ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്ന് നമ്മുടെ ചാനൽ വന്നിട്ടുള്ള ഒരു കിട്ടിയില്ല നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ ഫ്രീ ഫയർ വരും ദിവസങ്ങളിൽ തന്നെ ന്യൂ ആയിട്ട് OB54 പാച്ച് അപ്ഡേറ്റ് നമ്മൾ ഫ്രീ ഫയർ വരാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ഫയർ വരാൻ പോകുന്ന ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ ന്യൂ ആയിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന അപ്ഡേറ്റിലൂടെ നമ്മൾ ഫ്രീ ഫയർക്ക് ന്യൂ ആയിട്ട് കിട്ടിയില്ല നല്ല സ്കൈ ഡൈവ് സ്കിന്നായിട്ടും സ്കൈവിങ് സ്കിന്നായിട്ടൊക്കെ നമ്മൾ ഗറീനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ റാൻഡം ആയിട്ടും കുറച്ച് അപ്ഡേറ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നോക്കാൻ പോകുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീഡിയോ ന്യൂ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഗീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഗീസ് വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ ഫസ്റ്റ് ചാനലായിട്ടുള്ള ഗെയിമിംഗ് വിത്ത് മലയാളി ബ്രോ എന്ന ചാനലാണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാനലിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ഇവൻറ്റിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വീഡിയോ ചെയ്യുന്നില്ല ഇപ്പോൾ റെഗുലറായിട്ട്. അപ്പോൾ അതേപോലത്തെ വീഡിയോസ് നമ്മുടെ ഫസ്റ്റ് ചാനൽ ഇന്നീസ് ഇടാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഒന്നരാട് കേട്ടോ, ഒരു വീഡിയോ ഇതിലിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മുടെ സെക്കൻഡ് ചാനലാക്കാരെ വീഡിയോ വരാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൽ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ നാളെ നമ്മുടെ സെക്കൻഡ് ചാനലാക്കാരും വീഡിയോ വരാം. അങ്ങനെ മാറ്റി വീഡിയോ ചെയ്യാനൊരു പ്ലാനിങ്ങിലാട്ടോ. അപ്പോൾ ഇതിലൊരു അഡ്വാൻറ്റേജ് നോക്കുക, നമ്മൾ 2 ചാനൽ വഴി നമ്മൾ റെഡിയും കോഡ് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഈ ചാനൽ റെഡിയും കൊടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളെ മറ്റേ ചാനൽ സെക്കൻഡ് ചാനലല്ലേ മലയാളി ബ്രോ ഒറിജ് എന്ന ചാനൽ, അപ്പോൾ അതിലേരം കൊടുക്കുക. അപ്പോൾ 2 ചാനൽ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. ഇപ്പോൾ 2 ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ 2 ചാനൽ റെഡിയും കോഡ് കിട്ടാണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാരണം നോക്കുക, ഞാൻ പറയുന്ന പോലെ തന്നെ നമ്മൾ ലൈക്ക് ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ ലൈക്ക് ടാർഗറ്റ് ആയിട്ട് പറയാൻ പോകുന്ന 500 ലൈക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ 500 ലൈക്ക് ഈ വീഡിയോക്ക് വരാണെങ്കിൽ, അപ്പോൾ നാളെ മറ്റന്നാളായിട്ട് ന്യൂ ആല വീഡിയോ ഇതിൽ വരും. അപ്പോഴേക്ക് 500 ലൈക്ക് വരാണെങ്കിൽ എന്തായാലും ഈ ചാനലിൽ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ റെഡിയും കോഡ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് വല്ല റെഡിയും കോഡ് ഉണ്ടോ വെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ റെഡിയും കോഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ റെഡിയും കോഡ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സെക്കൻഡ് ചാനൽ കൊടുക്കുന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോ കണ്ടാൽ മതി, അതിൻ്റെ കൂട്ടത്തിൽ റെഡിയും കോഡ് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ 2 ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റിലേക്ക് തന്നെ പോവാം. അപ്പോൾ മച്ചാന്മാർ നമ്മൾ ഫ്രീ ഫയറിൽ നമ്മുടെ ഗോൾഡ് റോല് അതുപോലെ തന്നെ നമ്മൾ ലെക്ക് റോലൊക്കെ റിമൂവ് ചെയ്യാൻ പോകുന്ന കൂട്ടം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇവോ ആക്സസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് ഇൻഡാക്കാൻ പോവാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവോ ആക്സസ് പറഞ്ഞുള്ള സംഭവം തന്നെ നമ്മൾ ഫ്രീ ഫയറിൽ ഈ അപ്ഡേറ്റിന് ശേഷം കാണാൻ പറ്റുന്നല്ല. അപ്പോൾ ഇതിൽ എത്ര പ്ലേയേഴ്സ് ഈ കാര്യം ചിന്തിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവോ ആക്സസിൽ പോവാത്തതായിട്ട് നോക്കണം. ഇപ്പോൾ നമുക്ക് എത്ര ഇവോ ആക്സസ് വന്നാലും നമുക്കിനി ഓരോ മാസം അത് റീഫ്രഷ് ആവുമല്ലോ. അപ്പോൾ എത്ര വട്ടം റീഫ്രഷ് ആയാലും ഇതിൽ ചേഞ്ച് ആവാത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ G80 ആണ്. അപ്പോൾ ഇവോ G8ൻ്റെ ഒരു സ്കിൻ ഉണ്ടല്ലോ, കിഡിലെ സ്കിന്ന്, അപ്പോൾ അതാണ് ചേഞ്ച് ആവാത്ത. അപ്പോൾ ഇത് നമുക്ക് ഇവോ ആക്സസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവോ വാൾട്ടുവിലൂടെ വരുമെന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവോ വാൾട്ടുവിലൂടെ വരാനൊക്കെ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ന്യൂ ആയിട്ട് ഇതിനെക്കുറിച്ച് വല്ല അപ്ഡേറ്റും കിട്ടുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അറിയിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗണ്ണീസ് നമ്മൾ ഇവോ വാൾട്ടിലൂടെ നമ്മൾ ഗറീനെ കൊണ്ടുവരുന്നതാണ് തോന്നുന്നു, അല്ലെങ്കിൽ കൊണ്ടുവരില്ല തോന്നുന്നു, ഒന്ന് കമൻറ്റ് ചെയ്യുക. യെസ് ഓർ നോ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ യെസ് കമൻറ്റ് ചെയ്യുക, കൊണ്ടുവരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ കമൻറ്റ് ചെയ്യുക. നമുക്ക് നോക്കാമല്ലോ എത്ര പ്ലേയേഴ്സ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ന്യൂ ആയിട്ട് വരാവുന്ന കിഡിലനാല നമ്മളെ സ്കൈ ഡൈവ് സ്കിന്നാണ്. പിന്നെ സ്കൈ ഡൈവ് സ്കിന്നിൻ്റെ പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഇതൊരു സ്കോഡ് സ്കൈ ഡൈവ് സ്കിന്നാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈമാണ് തോന്നുന്നുണ്ട് നമുക്കൊരു സ്കൈ ഡൈവ് സ്കിന്ന് സ്കോഡൊക്കെ ആയിട്ട് വരാൻ പോകുന്നു. അപ്പോൾ ആദ്യത്തിന് ലുക്ക് ഓപ്പണിങ് ലുക്ക് ഇതുപോലെയൊക്കെ കാണാൻ പറ്റും. നമ്മൾ ഇങ്ങനെ ഓടി വരുന്ന പോലെ കേട്ടോ. ഓക്കെ, നമ്മൾ ആകാശത്തിലൂടെ ഇങ്ങനെ ഓടി വരുന്ന പോലെ സംഭവം സീനായിട്ടുണ്ട്. നെക്സ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നോക്കാനുള്ള അടിപൊളി കേട്ടോ. നമുക്ക് നമ്മുടെ ആനിവേഴ്സറി നമുക്ക് ആനിവേഴ്സറി സ്പെഷ്യലായിട്ടാണ് ഈ സ്കൈ ഡൈവ് സ്കിന്ന് വരാൻ പോകുന്നത്. സ്കോഡ് തന്നെയാണ് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ കാണാൻ നമ്മൾ ടീമായിട്ട് നമ്മൾ കൂടുതൽ അതേപോലെ തന്നെ ഓടി വരുന്നുണ്ട്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ആയിട്ടുള്ള മറ്റൊരു ഹൈലൈറ്റ് ആയ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മളിതിൽ സാധാരണയായിട്ട് നമ്മൾ പാരച്യൂട്ടൊക്കെ ഇടുന്ന ഒരു ടൈം എത്തുമല്ലോ. ആ ടൈമിൽ ഇതിൽ നോക്കുകയാണെങ്കിൽ 4 പ്ലേയേഴ്സ് കൈയോട് കൈ കോർത്തുകൊണ്ട് ഇങ്ങനെ ഈ റൗണ്ട് ആയിട്ട് കേട്ടോ, അത് നല്ല ഇതിൽ എഫക്റ്റും കാലൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ കറക്റ്റ് സ്പോട്ടിൽ ഇറങ്ങാൻ പറ്റും. സംഭവം എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നല്ല രീതിക്ക് നമ്മളെ ഗറീനെ മേക്ക് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. നമുക്കിതൊരു ന്യൂ ആയ സ്കോഡ് ഇമോട്ടാണ്. അപ്പോൾ നമുക്കിത് ആനിവേഴ്സറി ഇവൻ്റെ ഭാഗമായിട്ട് നമ്മുടെ FFൽ ഈ മന്ത് ഇൻഡിലായിട്ടൊക്കെ ഏകദേശം ഒരു ഇൻഡിലായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മന്ത് തുടക്കത്തിലൊക്കെ ആയിട്ട് നമ്മൾ FFൽ വരുന്നതായിരിക്കും.
അപ്പോൾ അതുപോലെ നമ്മൾ ഫ്രീ ഫയർക്ക് ന്യൂ ആർട്ടിസ്റ്റ് വരാൻ പോകും. നമ്മൾ ഗോസ്റ്റ് ടൈപ്പ് ആയൊരു സ്കൈ വിങ് സ്കിന്നാണ് നിങ്ങൾ ഡിസ്പ്ലേയിൽ കാണട്ടോ. ഒരു തോണിയിൽ ഇരിക്കുന്ന പോലെയാണ് കാണാൻ പറ്റും. മറ്റൊരു ഹൈലൈറ്റ് ആളെ കാണാൻ നോക്കുക, നമ്മൾ പ്ലെയിനിൻ്റെക്കാട്ടി ഹൈറ്റിൽ നമ്മൾ പോകുന്നു കേട്ടോ. അതുപോലെ നമ്മൾ ഗോസ്റ്റിൻ്റെ പോലെ കുറേ അധികം കൈകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അടിയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. സംഭവം എന്തായാലും വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നു. ആ കൈയൊക്കെ ഇങ്ങനെ വരുന്ന ടൈമിൽ അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. സംഭവം നൈസായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ഫയർക്ക് ന്യൂ ആയിട്ട് കിഡിലനാലൊരു ത്രോൺ ഇമോട്ടൊക്കെ വരാൻ പോകും. അപ്പോൾ നമ്മൾ ഗെയിം ഓഫ് ത്രോണിലൊക്കെ വരുന്ന പോലെ കിഡിലനാലെ ത്രോൺ ഇമോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയ റിവ്യൂ കാലമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏത് വഴിയിലൂടെയാണ് വരാൻ പോകുന്നതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളെ സെക്കൻഡ് ചാനലോ അല്ലെങ്കിൽ ഈ ചാനലായിട്ട് വരുന്ന വീഡിയോ തന്നെ അപ്ഡേറ്റ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ നോക്കാൻ പോകും നമ്മൾ ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ചിട്ടാട്ടോ. അപ്പം മച്ചന്മാരെ നമ്മൾ ഫ്രീ ഫയർക്ക് ഈ വരാൻ പോകുന്ന OB54 അപ്ഡേറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്രീ ഫയർക്ക് വരാൻ പോകുന്ന ട്രിപ്പിൾ സ്റ്റോർ അപ്ഡേറ്റിനെ കുറിച്ച് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പാഷൻ സെക്ഷനിൽ വരാൻ പോകുന്ന ബണ്ടിൽസ് നോക്കും. നമ്മൾ നിഞ്ച ടൈപ്പ് ആയാലൊരു ബണ്ടിലൊക്കെ നമുക്ക് കുറച്ച് മാസം മുമ്പ് വന്നിട്ടുണ്ടെന്ന് ആ ബണ്ടിൽസ് നമുക്ക് എന്തായാലും ഈ അപ്ഡേറ്റിലൂടെ റിട്ടേൺ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന പോലെയാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബണ്ടിൽ നോക്കണം, മെയിലാണെങ്കിലും ഫീമെയിലാണ് സംഭവം സീനാട്ടോ. അതിൽ എല്ലാവർക്കും ഓർമ്മ ഉണ്ട് ഒരു കിഡിലനാലെ ഗൺ സ്കിന്നൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ തീമിൽ ആ സ്കിന്ന് ഒരു രക്ഷയിലാണ്. അപ്പോൾ ഞാനൊക്കെ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വരാൻ പോകും നമ്മളെ ക്യാമ്പസ് ബണ്ടിലാട്ടോ. ക്യാമ്പസ് ഐക്കൺ ബണ്ടിലാണ്. മെയിൽ ബണ്ടിലാണ്, ഫീമെയിൽ ബണ്ടിലാണ്, കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബണ്ടിലാണ്. ഒരു ജീൻസ് ടൈപ്പാല ബണ്ടിലാണ്. നെക്സ്റ്റ് വരാൻ പോകുന്നു മറ്റൊരു കിഡിലനാല ബണ്ടിലാട്ടോ. ഒരു ഹുഡി ടൈപ്പാല ഒരു ബണ്ടിൽ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, സംഭവം കുഴപ്പമില്ല കേട്ടോ. മെയിൽ ബണ്ടിൽ, ഫീമെയിൽ ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ടെറർ ലുക്കൊക്കെ കേട്ടോ. എന്തായാലും ഹെയർസ്റ്റൈലൊക്കെ വളരെയധികം വെറൈറ്റി ആയിട്ടുണ്ട്. നമുക്ക് മെയിൽ ബണ്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഹുഡി ടൈപ്പ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഒരു ഹുഡി ടൈപ്പാല ഒരു ബണ്ടിലാട്ടോ. ചെയിനൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ മാസ്ക് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഒരു ആവറേജ് ബണ്ടിലൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അത് നെക്സ്റ്റ് നമുക്ക് ഇമോട്ട് സെക്ഷനിൽ ന്യൂ ആയിട്ട് വരാൻ പോകുന്ന ഇമോട്ട് നോക്കുകയാണ്. ആദ്യം നമുക്ക് ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഇമോട്ടാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇത് കൊണ്ടുവന്ന് നമുക്ക് നമ്മൾ ഫ്രീ ഫയർ അക്കൗണ്ട് മേക്ക് ചെയ്തിട്ട് എത്ര ദിവസമായെന്ന് കാണിക്കുന്നൊരു ഇമോട്ടാണ്. നല്ല കിഡിലെ ഇമോട്ടാട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ ഛർദ്ദിക്കുന്ന പോലെ ഒരു ഇമോട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ സ്റ്റാർസൊക്കെ വരുന്ന പോലെ. അപ്പോൾ ആ ഇമോട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാപ്പ് നോക്കുന്ന പോലെ ഒരു ഇമോട്ട്. അപ്പോൾ അതിന് കുറച്ച് റാൻഡമായ ഇമോട്ട് നമുക്കിതിൽ ഉണ്ടാവാൻ പോസിബിളി ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 3 ഇമോട്ടാണ് നമുക്ക് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കണം എന്നില്ല, പോസിബിളി ആണ്. അപ്പോൾ ഈ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ ഹൈലി ചാൻസ് ഏകദേശം 70% ഞാനിവിടെ പറയുന്ന പോലെ സംഭവിക്കാൻ സാധ്യത ഉണ്ട്. ഇപ്പോൾ ഇവിടെ കാണിച്ച പോലെ ഐറ്റംസ് വരാൻ സാധ്യത ഉണ്ട്. 100% ഒന്നും പറയാനായിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്ന ഐറ്റം നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഗോൾഡ്, നമ്മളെ വെപ്പൺ റോലൊക്കെ ഉണ്ടായിരുന്ന ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ആയിട്ട് ഗ്ലൂ വാൾ സ്കിന്, ഷെല്ല് ടൈപ്പായ ഗ്ലൂ വാൾ സ്കിന് വരുന്നുണ്ട്. അതുപോലെ ഇതുപോലെ തന്നെ ഗ്ലൂ വാൾ സ്കിന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ന്യൂ ആയിട്ട് നമ്മൾ ഗ്ലൂ വാൾ സെക്ഷനിലൊക്കെ വെപ്പൺ സെക്ഷനിലൊക്കെ ആഡ് ചെയ്തേക്കാന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ FF ടോക്കണിൽ വരാൻ പോകുന്ന ഐറ്റം നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു ബണ്ടിലാട്ടോ. റോയൽ ഫോഴ്സ് ബണ്ടിലാണ്. ബണ്ടിൽ നമുക്ക് നോക്കാം. നമ്മൾ ഓൾഡ് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാക്സിമം ഈ ഫീമെയിൽ ബണ്ടിലൊക്കെ ഉണ്ടാവും ഹൈലി ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ലൊരു ബണ്ടിലാട്ടോ, അത്യാവശ്യം നല്ലൊരു ബണ്ടിലായിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഓൾഡ് പ്ലേയേഴ്സിന് അങ്ങനെ കുറച്ച് വിഷമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ എന്തായാലും ന്യൂ പ്ലേയേഴ്സിന് എന്തായാലും സന്തോഷം തന്നെ ഇക്കാരം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഫീമെയിൽ ബണ്ടിൽ കൂടാതെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മെയിൽ ബണ്ടിലും വരുന്നുണ്ട്. മെയിൽ ബണ്ടിൽ നോക്കുക നല്ലൊരു ഹെവി ആയാലൊരു ബണ്ടിലാട്ടോ. അതിൻ്റെ മാസ്ക് ഒക്കെ നോക്കുകയാണ് സംഭവം കിഡിലനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 ബണ്ടിലീസ് നമ്മൾ FF ടോക്ക് സ്റ്റോറിലൂടെ വന്നേക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ബഡിമാർട്ട് സ്റ്റോറിനെ കുറിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മാജിക് ക്യൂബ് സ്റ്റോറിൽ ന്യൂ ആർട്ടിസ്റ്റ് വരാൻ പോകുന്ന ബണ്ടിലിനെ കുറിച്ച് നോക്കുക. ആന്തരം വരാൻ വന്ന ബണ്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മളെ വൈൽഡ് ഫയർ ഫീമെയിൽ ബണ്ടിലാട്ടോ. അപ്പം ഇതുപോലൊരു ബണ്ടിലാണ്, കിഡിലെ ബണ്ടിൽ. നമ്മൾ ഫ്ലാഷിൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിൽ എന്നൊക്കെ പറയാൻ പറ്റും. അടിപൊളി ബണ്ടിലാട്ടോ. നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ സ്റ്റാർ ഈസ് ഓർക്കൽ ബണ്ടിലാട്ടോ. അപ്പോൾ അതൊന്നും നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ആയിട്ട് നമ്മളെ പാൻറ്റം ബണ്ടിൽ വരുന്നുണ്ട്. അത് കിഡിലെ ബണ്ടിൽ, ഒരു ഫീമെയിൽ ബണ്ടിലാട്ടോ. ഓൾഡ് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ഈ ബണ്ടിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല ബണ്ടിലാണ്. നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മളെ വൈൽഡ് ഫയർ ബണ്ടിലാട്ടോ. അടിപൊളി ബണ്ടിലാണ്. ഈ ഫയർ ഒക്കെ നോക്കുന്ന ടൈമിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ക്രേസി DJ ബണ്ടിൽ. ഓക്കെ, ഓൾഡ് ബണ്ടിലാണ്. നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഫീമെയിൽ ബണ്ടിലായിട്ടുള്ള ബണ്ടിൽ, DJൻ്റെ ഫീമെയിൽ ബണ്ടിൽ. നെക്സ്റ്റ് നമുക്ക് വരാൻ പോകുന്നത് നമുക്ക് ഇതുപോലൊരു ബണ്ടിലാട്ടോ. കിഡിലെ ബണ്ടിലാണ്. ഓൾഡ് ടൈമിലുള്ള ബണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതും നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വയലറ്റ് ഫ്ലെയിം ബണ്ടിലാട്ടോ. ഫീമെയിൽ ബണ്ടിലാണ്, കിഡിയ ബണ്ടിലാട്ടോ. അപ്പോൾ ഇത് തന്നെ ഒരു ബെസ്റ്റ് ബണ്ടിൽ എന്നൊക്കെ പറയാൻ പറ്റും. നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മൾ ഒനി ബണ്ടിലാട്ടോ. ഒനി സോൾ സീക്കർ ബണ്ടിലാണ്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബണ്ടിൽ തന്നെയാണ്. നെക്സ്റ്റ് ആയിട്ട് അതിൻ്റെ ഫീമെയിൽ ബണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 10
ലാസ്റ്റ് ബണ്ടിൽ നമുക്ക് ഈ ആനിവേഴ്സറിൻ്റെ ടൈമിൽ നമ്മൾ FFൽ ആഡ് ചെയ്തേക്കാന്നാണ് ലീക്കേഴ്സിൻ്റെ സൈഡിൽ നിന്ന് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പം ഞാനിവിടെ കാണിച്ചതൊക്കെ ഒരു 70% ആണ് അപ്ഡേറ്റ്. ഒരു നമുക്ക് കൺഫേം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. 100% ഒന്നും കൺഫേം അല്ല. എന്തായാലും വരും ദിവസത്തിന് നമുക്ക് ത്രിബിൾ സ്റ്റോറിനെ കുറിച്ച് കൺഫേം ആയ അപ്ഡേറ്റിന് കിട്ടുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ചാനൽ അല്ലെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനൽ മലയാളി ബ്രോ എന്ന ചാനൽ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ നമ്മൾ FFലേക്ക് അപ്കമിങ് ആയിട്ട് വരാവുന്ന ഇവൻറ്റിനെ കുറിച്ചോ റിട്ടേൺ ആയിട്ട് വരാൻ പോകുന്ന ഐറ്റത്തിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ടും കണ്ടിട്ട് നിങ്ങൾ ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റും കാലൊക്കെ മാക്സിമം പിക്ക് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ തന്നെ ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ചാനൽ വരുന്ന കമൻറ്റ് ഈ ചാനൽ തന്നെ എൻ്റെ ആൻസർ ഉണ്ടാവും കേട്ടോ. നമ്മളെ സെക്കൻഡ് ചാനലിൽ വരുന്ന കമൻറ്റുകൾക്കുള്ള ആൻസർ സെക്കൻഡ് ചാനലിൽ വരുന്ന വീഡിയോയിലാക്കാരെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താൻ പോകുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബാക്കിയുള്ളൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടില്ല നല്ലൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.